ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സ്ഥിരമായിട്ട് നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ഒരു ദിവസം നോൺ വെജ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ അറിയാം നോൺ വെജ് അല്ലെന്ന് ആരും പറയത്തില്ല. അത്ര കിടിലമാണ് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ചെറിയ ചക്കയാണ്. നമ്മൾ ഇടിച്ചക്കയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, അതേപോലെയുള്ള ഒരു ചെറിയ ചക്കയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, അപ്പോൾ കറയൊക്കെ പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാ ഞാൻ ചക്കയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് വലുതാക്കൊന്നും വേണ്ട, ഒരു മീഡിയം സൈസിൽ മതി. ഇതുപോലെ ഒരു അത്ര സൈസിൽ മതി, കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണ് പറയണേ? അപ്പോൾ ഒരു ചെറിയ ചക്കയായിരുന്നു, അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു സാധാരണ ഒരു ഇടിച്ചക്കയ്ക്ക് എടുക്കുന്ന പരുവത്തിനുള്ള ഒരു കുഞ്ഞു ചക്കയാണ്. ഇനി ഇത് കുക്കറിനകത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് അടുപ്പിക്കാറുള്ളത്. അപ്പോൾ 2 വിസിലായാലും മതി കേട്ടോ. ചക്ക നന്നായിട്ട് വെന്തോളും, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഇത്തിരി കൂടി വേവിക്കാറുണ്ട്, കാരണം കുട്ടികൾക്കൊക്കെ അതായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 3 വിസിൽ അടുപ്പിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചക്കയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കാരണം പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കണില്ല. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇരുന്ന് വേവട്ടെ. ഇനി നമുക്കിതിൽ പുരട്ടാൻ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായി ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒന്ന് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോവും, അതേപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേവണ്ടെങ്കിൽ നിങ്ങൾ 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് 3 വിസിൽ അടുപ്പിക്കാൻ കാര്യം കുട്ടികൾക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ 2 വിസിൽ മതിയെങ്കിൽ അത്രയും വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സ്. ഇതിനകത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ മിക്സ് ചക്കയിൽ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ നിൽക്കുന്നൊന്ന് മാറ്റി വയ്ക്കാം. അല്ല ഇപ്പം തന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും വെച്ചിരുന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് അതൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ ഇനി നമുക്കിത് 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ചക്ക ഫ്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിച്ചല്ലോ കേട്ടോ. ഞാനിപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ബാലൻസ് തന്നെയാണ്, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത് തന്നെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ചൂടായോ നോക്കാം. അപ്പോൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതങ്ങോട്ട് കോരി മാറ്റാം. ഇതാ നമ്മുടെ സ്പെഷ്യൽ ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യരുത്. ഒരുപാട് നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കരുത്. കുറച്ചൊന്ന് സോഫ്റ്റായിട്ടിരിക്കണം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് സോഫ്റ്റ്, നമ്മൾ മീനും ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ ഇതേപോലെ തൊടുമ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ടിരിക്കണം. അത് അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് വരെയുള്ളൂ. അല്ലെങ്കിൽ പക്കോടയൊക്കെ ഉണ്ടാക്കുമ്പം അത് നമ്മൾ ചായേൻ്റെ ഒക്കെ കൂടെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കിടിലനായിട്ടുള്ളൊരു ഡിഷാണ്. നോൺ വെജിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്